നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഗൂഗിൾ പേ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാന്നാണ്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിം സ്ലോട്ട് 1 ഇടണം. അപ്പോൾ നമ്മൾ ബാങ്കിങ് പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബാങ്കുമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സിം ഉണ്ടാവും, സിം നമ്പർ ഉണ്ടാവും. അതെപ്പോഴും നിങ്ങൾ സിം 1 സ്ലോട്ട് 1 ആണെന്ന് ഉറപ്പ് വരുത്തണം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ 2 സിം ഉണ്ട്. അപ്പോൾ ഇതുപോലെ സിം കാണാമല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുക, നമ്മുടെ സിം സ്ലോട്ട് 1 എന്ന് കൺഫേം ചെയ്യണം. എന്നിട്ട് വേണം ഈ ബാങ്കിങ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട്. ഫോണിൽ അതിൻ്റെ ആപ്ലിക്കേഷനും അല്ലെങ്കിൽ ബാങ്കിന്റെ ആപ്ലിക്കേഷൻ തന്നെ ആണെങ്കിലും അതൊക്കെ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്ലോട്ട് 1 തന്നെയാണ് സിം ഉള്ളതെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ സ്ലോട്ട് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ഈ സിം ഇടുന്ന ട്രേയിൽ സ്ലോട്ട് 1 സ്ലോട്ട് 2 അല്ലെങ്കിൽ സിം 1 സിം 2 എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് അത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ സ്ലോട്ട് 1 സിം കിടക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ സിം ഇതിൻ്റെ അകത്തോട്ടിട്ട് സെറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിലോട്ട് പോവാണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് അവിടെ നമ്മൾ ഗൂഗിൾ പേ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഗൂഗിൾ പേയും ഫോൺ പേയും വരും. അപ്പോൾ നമ്മളിവിടെ ഗൂഗിൾ പേ ആണ് നോക്കുന്നത്. ഇൻസ്റ്റാൾ കൊടുക്കുക, ഓപ്പൺ കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് വരിക. ഇവിടെ ലാംഗ്വേജ് ഓട്ടോമാറ്റിക്കായിട്ട്, അതേപോലെ നേഷനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. ബാങ്കുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ലിങ്ക് ചെയ്തേക്കുന്ന ഫോൺ നമ്പറാണ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടിന്യൂ ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൽ ഇതുപോലത്തെ മെയിൽ ഐ ഡിയോട് കൂടിയിട്ടുള്ള ഒരു കൺഫർമേഷൻ വരും. അത് അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ നമ്മളിവിടെ കൊടുക്കണം. ഒരു OTP ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിലേക്ക് വരും. ഓട്ടോമാറ്റിക്കായിട്ട് അത് വന്നിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ കൊടുത്തേക്കുന്ന മെയിൽ ഐ ഡിയും അക്കൗണ്ടിൽ ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന ബാങ്ക് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന മെയിൽ ഐ ഡിയും രണ്ടാണ്. എങ്കിൽ തന്നെയും ഇവിടെ ഇത് വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതുപോലെ പിന്നെ ഒരു വിൻഡോ ആണ് വരിക. നമ്മൾ എസ് കൊടുത്തു. അങ്ങനെ നമ്മൾ ഗൂഗിൾ പേയുടെ ഒരു ഇന്റർഫേസിലോട്ട് വന്നേക്കുവാണ്. അപ്പോൾ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും. നമ്മളിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ബാങ്കുകളുടെ ലിസ്റ്റ് വരും. നമ്മുടെ ബാങ്ക് ഏതാണോ ആ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ എൻ്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സെലക്ട് ചെയ്തു. പിന്നെ വരുന്ന സ്ക്രീൻ ഇതുപോലെയാണ്. ഇവിടെ കണ്ടിന്യൂ സെലക്ട് ചെയ്ത് കൊടുക്കുക. പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ 24 മണിക്കൂർ സമയത്തേക്ക് നമുക്ക് 5000 മാത്രമാണ് ഇത് സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ടിന്യൂ സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ നമ്മൾ ഗൂഗിൾ പേയുടെ ഇന്റർഫേസിലോട്ട് വന്നേക്കുവാണ്. നമ്മളിവിടെ നമ്മുടെ UPI പിന്ന് നേരത്തെ സെറ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മളിവിടെ ബാങ്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ നമ്മൾ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ബാങ്ക് അക്കൗണ്ട് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുവാണ്. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ബാങ്ക് വരും. നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ബാങ്ക് വരും. സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫോർഗോട്ട് UPI പിൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ബാങ്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പിന്ന് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. പക്ഷെ നമുക്കതിവിടെ വന്നില്ല. ഇത് ഓൾറെഡി കുറെ നാൾ മുമ്പ് ഇതിൽ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഫോർഗോട്ട് UPI പിൻ കൊടുക്കുവാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഓപ്ഷനാണ് വരിക. ഇവിടെ നമ്മുടെ ATM കാർഡിന്റെ അവസാനത്തെ 6 അക്കം അടിച്ചു കൊടുക്കണം. അതുപോലെ എക്സ്പയറി ഡേറ്റും ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു ആരോ മാർക്ക് ഓപ്പൺ ആയിട്ട് തെളിഞ്ഞു വരും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. കോഡ് വരും. കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് എൻട്രി ആയിക്കോളൂ. ടിക്ക് മാർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പുതിയ 6 അക്ക നമ്പർ, ചിലർക്ക് 4 അക്കം ആയിരിക്കും, 6 അക്ക നമ്പർ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളത് സെറ്റ് ചെയ്യുക. വീണ്ടും അതൊന്ന് കൺഫേം ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പിന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതുപോലെ നമ്മുടെ ഈ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ക്രീനാണ് വരിക. ഇവിടെ സ്കാൻ എനി QR കോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതാണ്. ഇതൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു QR കോഡ് നമ്മുടെ മുൻപിലുണ്ട്. അത് സ്കാൻ ചെയ്ത് നമുക്ക് പൈസ അയക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പാസ്വേഡ് നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മളൊരു 6 അക്ക ഡിജിറ്റൽ നമ്പർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പാസ്വേഡ്. ആ പാസ്വേഡ് കൊടുത്താലാണ് പൈസ പോകത്തുള്ളൂ. അതുപോലെ പേ കോൺടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്റ്റിലുള്ള ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് പൈസ അയക്കുന്ന ഒരു മെത്തേഡാണ്. ഇതിലിപ്പോൾ 2 കോൺടാക്റ്റേ ഉള്ളൂ. പേ ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ എൻ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് പൈസ അയക്കുന്ന ഒരു മെത്തേഡാണ്. പിന്നെ ബാങ്ക് ട്രാൻസ്ഫർ ആണ്. ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയക്കുന്ന ഒരു മെത്തേഡാണിത്. ഇപ്പോൾ ഇവിടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേ വഴി മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ അയക്കാൻ പറ്റും. പിന്നെ ഇത് UPI ID വെച്ചിട്ട് പൈസ അയക്കാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. പിന്നെ ഇവിടെ സെൽഫ് ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ ഗൂഗിൾ പേയുമായിട്ട് നമ്മൾ 2-3 അക്കൗണ്ട് കണക്ട് ചെയ്താലാണ്, ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് കണക്ട് ചെയ്താലാണ് സെൽഫ് ട്രാൻസ്ഫർ നടക്കത്തുള്ളൂ. പിന്നെ പേ ബിൽസ് ആണ്. ഈ കറണ്ട് ബില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പേ ബിൽ എന്ന മെത്തേഡിലൂടെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ മൊബൈൽ റീചാർജ് ചെയ്യാനുള്ളതാണ് ഈ ഓപ്ഷൻ. നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്ലാനൊക്കെ താഴെ വരും. അപ്പം അത് നോക്കിയിട്ടാണ് നമ്മൾ റീചാർജ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ ഇങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചെക്ക് ബാലൻസ് ചെക്ക് ചെയ്യാനും ഈ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ ഇവിടെ ഇതുപോലത്തെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിബിൽ സ്കോർ വരും. സിബിൽ സ്കോർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഗൂഗിൾ പേയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഗൂഗിൾ പേയുടെ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ ഡൗൺലോഡ്
ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് പേയ്മെന്റ് ചെയ്യുമ്പോൾ 21 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഗൂഗിൾ പേയുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ.